കുറഞ്ഞ ചിലവിൽ നമ്മുടെ മൈസൂർക്കൊരു യാത്രയാണ്. ലോ ബഡ്ജറ്റിൽ യാത്ര ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇവിടെ ഈ മൈസൂർ എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. നമുക്കൊന്ന് പോയി നോക്കാം. കൊട്ടാരങ്ങളുടെ നാട് കൂടിയാണല്ലോ മൈസൂർ. ആദ്യം നമുക്ക് ഈ രാജകൊട്ടാരത്തിലേക്ക് പോകാം. ഏറ്റവും ആകർഷകമായ ഒരു സംഭവമാണ് ഈ കൊട്ടാരം. 14-ാം നൂറ്റാണ്ടിൽ വാടിയാർ രാജവംശമാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. ഈ കൊട്ടാരത്തിൻ്റെ പ്രവേശന ഭാഗത്തുള്ള മുകൾ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഏറ്റവും അടിഭാഗത്ത് ആ തൂണുകളുടെ ഉയരവും അതുപോലെ തന്നെ അകത്തളങ്ങളുടെ ഭംഗിയും വളരെ ഭംഗിയാണ്. ഈ തൂണുകൾക്കിടയ്ക്കുള്ള ചിത്രങ്ങളും നമ്മളെ ഒരുപാട് കഥകൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്. രാജഭരണകാലത്തെ കാഴ്ചകൾ അതുപോലെ തന്നെയാണ് ഫോട്ടോകളും. രവിവർമ്മയുടെ ചിത്രങ്ങളടക്കം പല ചിത്രങ്ങളും അവിടെ കാണാൻ പറ്റും. രാജകുമാരിമാരുടെ ചിത്രങ്ങൾ, രാജാക്കന്മാരുടെ ചിത്രങ്ങൾ. അടുത്താണ് മറ്റൊരു ഹാളുള്ളത്. ആ ഹാളും വളരെ മനോഹരമാണ്. ഈ ചിത്രങ്ങളെപ്പോലെ തന്നെ മനോഹരമാണ് അവിടുത്തെ ചിത്രങ്ങളോട് ചേർന്നിട്ടുള്ള തൂണുകളുടെ ഭംഗിയും. നമ്മൾ ഹാളിലേക്ക് കിടക്കുകയാണ്. മനോഹരമായ ഹാളാണ്. ഇവിടെയും ചിത്രങ്ങൾ ഈ തൂണുകൾക്കിടയ്ക്കുണ്ട്. ഇതെല്ലാം ഓരോ സംഭവങ്ങൾ വിവരിച്ചു കൊണ്ടിട്ടുള്ള ചിത്രങ്ങളാണ്. അതിൻ്റെ ചുവടെ അതെന്താണെന്ന് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. നമുക്കത് പഠിച്ച് മനസ്സിലാക്കി പോകാം. ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണം, ഏത് രീതിയിലായിരിക്കണം പ്രജകളോട് പെരുമാറേണ്ടത് എന്നുള്ളതിനൊക്കെ ഒരു മകുട ഉദാഹരണമാണ് ഈ ചിത്രങ്ങളിലെ കാഴ്ചകളെല്ലാം. രാജഭരണകാലത്ത് ഒരിക്കലിത് അഗ്നിക്കിരയായി. ഈ കൊട്ടാരത്തിൻ്റെ ചില ഭാഗങ്ങൾ നശിച്ചു പോകാനിട വന്നു. ഇത്രയും മനോഹരമായ ഈ കാഴ്ച രണ്ടാമത് പുതുക്കി പണിതതാണ്. 1897 അതിൻ്റെ പണി ആരംഭിച്ചത്. അതിനുശേഷമുള്ള ഈ മനോഹരമായ ഈ കൊട്ടാരം ഈ രീതിയിൽ കാണാൻ ഇടവന്നത് അങ്ങനെയാണ്. 15 വർഷം കൊണ്ടാണ് ഇത് പുതുക്കി പണിയാൻ ഇടവന്നത്. 3 നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാരം വളരെ മനോഹരമായ ഈ ഭംഗിയിലേക്ക് എത്തിയത് അങ്ങനെയാണ്. ഇതിൻ്റെ തറഭാഗത്തെ അടിഭാഗത്തെ കാര്യങ്ങൾ നോക്കൂ. മാർബിൾ വിരിച്ചിരിക്കുന്നതും വളരെ മനോഹരമാണ്. അതിന് മുകൾ ഭാഗത്തെ തൂണുകളുടെ ഭംഗി, അതിന് ഏറ്റവും മുകളിലായിട്ടുള്ള ഭാഗം, ഇതെല്ലാം ആ ശില്പിയുടെ കരവിരുത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന കാഴ്ചകളാണ്. ഒരു കാര്യം നമ്മളെ അമ്പരപ്പിക്കുന്നു. ഇത് നിർമ്മിച്ചത് 14-ാം നൂറ്റാണ്ടിലാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആധുനിക ടെക്നോളജികൾ ഒന്നുമില്ലാത്ത കാലത്താണ് ഇത്രയും മനോഹരമായ ഈ ശില്പം നമ്മുടെ മനോഹരമായി തന്നെ ഈ രാജാക്കന്മാർ നിർമ്മിച്ചത് എന്നുള്ള കാര്യം വിസ്മയിക്കാൻ പറ്റാത്ത കാര്യമാണ്. അകത്തളങ്ങളും സന്ദർശന ഗാലറിയും അതുപോലെ ഡൈനിങ് ഹാളും കോൺഫറൻസ് ഹാളും കഴിഞ്ഞാൽ പിന്നെ നൃത്തം അഭ്യസിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വേറൊരു വിശാലമായ ഒരു ഏരിയയാണ് ഇപ്പുറത്ത് കാണുന്നത്. ഇത് നമ്മളുടെ ഈ കൊട്ടാരത്തിൽ പല ഗേറ്റുകളാണുള്ളത്. അതിലെല്ലാ ഗേറ്റിൽ നിന്നും നമുക്ക് പാസ് ലഭ്യമല്ല. ഇത് ഒരു പ്രധാനപ്പെട്ട കവാടത്തിൻ്റെ ഒരു ഭാഗത്താണ് ഈ കാണുന്നത് കൊട്ടാരത്തിൻ്റെ. ഇവിടെ നിന്ന് നമുക്ക് പ്രവേശനമില്ല. അവിടെ നിന്ന് ടിക്കറ്റും ലഭ്യമല്ല. ഈ ഹാളിൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട ഈ സ്ഥലം എന്ന് പറയാൻ കാരണം ഇവിടെയാണ് ദസറ പോലുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ രാജാവിന് കണ്ട് അത് ആസ്വദിക്കാൻ പറ്റുന്നത്. എല്ലാ ഉത്സവങ്ങളും നടക്കുന്നത് ഇങ്ങനെയാണ്, ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹം അതെല്ലാം വീക്ഷിച്ചിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 12 ക്ഷേത്രങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇതെന്നുകൂടി ഓർക്കണം. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകൾ കൂടി കാണണം. ഇതിങ്ങനെ ചുറ്റി നടന്ന് കാണാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ടൊരു വാഹനം അവിടെ ലഭ്യമാണ്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം 6 മണിക്ക് വൈകിട്ട് അവിടെ പൂജകൾ ആരംഭിക്കും. രാവിലെയും ഉണ്ടാവും. ഇതിൽ 50 രൂപ കൊടുത്താൽ ഇത്രയും ഈ യാത്ര ഇങ്ങനെ നമുക്ക് നല്ല ഭംഗിയായ യാത്ര ഇതിന് ചുറ്റും കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഈ ആദ്യ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമ്മുടെ കൊട്ടാരത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്കും അവിടെ നിന്ന് അതിൻ്റെ പ്രധാന കവാടത്തിലേക്കും നമ്മൾ പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, 100 രൂപ കൊടുത്താൽ ഇവിടെ ഈ പ്രവേശനം ലഭ്യമാണ്. അവിടെ നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാണാം. അകത്തുള്ള എല്ലാ പരിപാടികളും നമുക്ക് കാണാം. വൈകിട്ട് 7 മണിക്ക് ഒരു ലൈറ്റിംഗ് ഉണ്ട്. അത് നമ്മൾ അമ്പരപ്പിക്കുന്ന കേസാണ്. ഈ കൊട്ടാരം മുഴുക്കെ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. അതുകൂടി ആസ്വദിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഇത്രയും മനോഹരമായ ഈ കാഴ്ചകൾ മാത്രമുള്ളൊരു സ്ഥലമല്ല മൈസൂർ. ഇനിയും കാര്യങ്ങളുണ്ട്. രാജാക്കന്മാരുടെ ആ രാജഭരണത്തിൻ്റെ അവശേഷിപ്പുകളും വെള്ളച്ചാട്ടങ്ങളും അതുപോലെ നിരവധിയായ കാര്യങ്ങളും സൂവും ഒക്കെ കാണാനുണ്ട്. നമുക്കത് കാണാനും അത് കണ്ടിട്ട് വേണം മൈസൂരിൽ നിന്ന് മടങ്ങിപ്പോകാൻ. അപ്പോൾ ഇത്തരം വീഡിയോകൾ ഇനിയും വരും. കാത്തിരിക്കുക, കാണുക.